പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന ആസനം ബദ്ധകോണാസനമാണ്, അഥവാ ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുന്നു. ഇത് ധ്യാനത്തിന് സ്വീകരിക്കാവുന്ന ആസനങ്ങളിൽ പ്രധാനമായ ഒരു ആസനമാണ് ബദ്ധകോണാസനം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഏറെ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു ആസനം കൂടിയാണ് ഈ ആസനം. അത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. തറയിലിരുന്ന് കാലുകൾ മുന്നിലേക്ക് നിവർത്തി വയ്ക്കുക. കാൽമുട്ടുകൾ വളച്ച് കണങ്കാല് തറയോട് ചേർത്ത് മടക്കിക്കൊണ്ടുവരിക. കാൽമുട്ടുകൾ കഴിയുന്നത്ര അകത്തുക. കാൽപാദങ്ങൾ കൈകൊണ്ട് പിടിച്ച് പാദങ്ങളുടെ ഉൾവശം ചേർത്ത് കൊണ്ടുവരിക. കാൽവിരലുകൾ മുന്നിലേക്കായിരിക്കണം. പാദങ്ങളുടെ ഉപ്പൂറ്റി പെരിനിയ അഥവാ ഗുദത്തിനും ജനനേന്ദ്രത്തിലും മധ്യയുള്ള ഭാഗം ഇതിൽ മുട്ടത്തക്ക വിധത്തിൽ ശരീരത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. കാൽപാദത്തിൻ്റെ മടമ്പ്, കണങ്കാലുകൾ, തുടകൾ എന്നിവ നിലത്ത് ചേർന്നിരിക്കണം. തുടക്കക്കാർ പല പ്രാവശ്യം ചെയ്യുന്ന സമയം മാത്രമേ കാലിൻ്റെ ഉപ്പൂറ്റി പെരിനിയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുകയുള്ളൂ. തുടക്കക്കാർക്ക് അഥവാ എല്ലാവർക്കും നമ്മുടെ ഈ കാൽമുട്ട് തറയിൽ പതിക്കണമെന്നില്ല. അതിന് നമ്മൾ വേണ്ടത് തുടക്കത്തിൽ തന്നെ നമ്മുടെ കാലുകൾ ഇതിന് ബദ്ധകോണാസനത്തിന് ബട്ടർഫ്ലൈ പോസ് എന്നും കൂടി പറയും. നമ്മളെ ബട്ടർഫ്ലൈ ചിറകടിക്കുന്നത് പോലെ നമ്മുടെ കാൽമുട്ടുകൾ രണ്ടും ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ഈ കാൽമുട്ടുകൾ തറയിലേക്ക് പതിക്കും. ബദ്ധകോണാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൂത്രാശയ സംബന്ധമായ ആരോഗ്യ പ്രശ്നത്തിന് വളരെയധികം നല്ലതാണ് ബദ്ധകോണാസനം ചെയ്യുന്നത്. പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും പ്രശ്നപരിഹാരത്തിനും ഈ ഒരു ആസനം ഉത്തമമാണ്. സ്ത്രീകൾക്കുണ്ടാവുന്ന പീരിയഡ്സ് സമയത്തുള്ള ക്രമക്കേടിനും ആ സമയത്തുണ്ടാകുന്ന വേദനയ്ക്കും ഈ ആസനം നല്ലതാണ്. വെരിക്കോസ് വെയിൻ പരിഹരിക്കുന്നതിനും ഈ ഒരു ആസനം നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും